ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും വ്യത്യസ്ത രീതിയിലുള്ള ഭക്ഷണ രീതികളാണെങ്കിലും ചായ എല്ലാ സ്ഥലത്തും ഉണ്ട്. എങ്ങനെയാണ് ഇന്ത്യയിൽ ചായ ഇത്ര ഫേമസ് ആയതെന്ന് നോക്കിയാലോ. 19-ാം നൂറ്റാണ്ടിലാണ് ചായ ബ്രിട്ടനിൽ പ്രചരണത്തിൽ വരുന്നത്. ആ സമയത്ത് ചൈനയിൽ മാത്രമായിരുന്നു തേയില ഉൽപ്പാദനം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഡിമാൻഡും വളരെ കൂടുതലായിരുന്നു. ആദ്യമൊക്കെ ബ്രിട്ടൻ വെള്ളി കൊടുത്തായിരുന്നു ചൈനയിൽ നിന്ന് തേയില വാങ്ങിയതെങ്കിലും പിന്നീട് അവർ വെള്ളിക്ക് പകരം ഓപ്പിയം നൽകാൻ തുടങ്ങി. ഇത് ചൈനയിലെ ജനങ്ങളെ ലഹരിക്കടിമകളാക്കാൻ തുടങ്ങി. തുടർന്ന് രാജാവ് ഇത് തടയാൻ ശ്രമിക്കുകയും പിന്നീട് ഒരു യുദ്ധത്തിലേക്ക് മാറുകയും ചെയ്തു. യുദ്ധത്തിൽ ചൈന തോൽക്കുകയും ചെയ്തു. ഈ സമയത്താണ് സ്കോട്ടിഷ് സാഹസിക യാത്രികനായ റോബർട്ട് ബ്രൂസ് ആസാമിലെ ഒരു ഗോത്ര വിഭാഗം തേയില കൃഷി ചെയ്യുന്നുണ്ടെന്ന് കണ്ടെത്തിയത്. ഇതറിഞ്ഞ ബ്രിട്ടീഷുകാർ ചൈനയ്ക്ക് തേയിലയിലുള്ള മൊണോപ്പൊളി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആസാം ഉൾപ്പെടെയുള്ള പല സംസ്ഥാനങ്ങളിലും തേയില കൃഷി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതിനായിട്ട് ചൈനയുടെ തേയില ഉൽപ്പാദനത്തിലെ രഹസ്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് റോബർട്ട് ഫോർച്യൂൺ എന്ന ആളെ ചൈനയിലോട്ട് അയച്ചു. ഇദ്ദേഹം അവിടെ നിന്ന് 20,000-ഓളം തേയില തൈകളും തേയില ഉൽപ്പാദനത്തിൽ എക്സ്പേർട്ടായിട്ടുള്ള തൊഴിലാളികളെ വളരെ രഹസ്യമായിട്ട് ഇന്ത്യയിലോട്ട് കടത്തിക്കൊണ്ടുവന്നു. തുടർന്ന് ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും തേയില കൃഷി വ്യാപിപ്പിച്ചു.